പാപി ശിവനോടൊപ്പം കൂടിയാൽ ശിവനും പാപിയായി മാറും എന്ന മാസ് ഡയലോഗാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ അതിനുള്ള പരിഹാസമായിട്ടുള്ള മറുപടികളും രാഷ്ട്രീയ കേരളം കണ്ടു. ശിവൻ നല്ലതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശിവൻ ശക്തിയുള്ളതാണെന്നുണ്ടെങ്കിൽ പാപി കരിഞ്ഞു പോകും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഇതിനെയൊക്കെ പരിഹാസത്തോടു കൂടി കാണുന്ന ശോഭാ സുരേന്ദ്രന്റെ കമന്റും ഇവിടെ പ്രസക്തമാണ്. മുഖ്യമന്ത്രി എല്ലാവരെയും കുറ്റം പറയുന്നു. മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയുള്ളതാണെന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ അത് വളരെ നല്ലതാണല്ലോ എന്നാണ് അവർ വളരെ പരിഹാസത്തോടു കൂടി പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മന്ത്രി റിയാസ് പറയുന്നു, നേതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ സമീപിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. ഇടതുപക്ഷത്തെ ചില പടലപ്പിണക്കങ്ങൾ വോട്ടിങ്ങിനെ ബാധിക്കുമോ എന്നുള്ളൊരു സൂചനയാണ് റിയാസ് നൽകുന്നത് എന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് സൂചിപ്പിക്കാം. നമ്മോടൊപ്പം ഇന്ന് ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് LJPയുടെ ലോക് ജനശക്തി പാർട്ടിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ അരുൺ വേലായുധനാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെ കാണുന്നു ഇന്നത്തെ വോട്ടെടുപ്പിനെ? വോട്ടിങ് വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകല്ലേ. കാരണം വോട്ടിംഗ് ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പണ്ട് കാലങ്ങളിൽ രാവിലെ ഉണ്ടായിരിക്കുന്ന മന്ദഗതിയിലാണ് നമ്മുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇന്ന് രാവിലെ ഞാൻ ബൂത്ത് നമ്പർ 49 കരമന 7 മണിക്ക് ബൂത്ത് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ 50ഓളം പേര് ക്യൂ നിൽക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് വോട്ടിംഗ് ശതമാനത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ NDA സംബന്ധിച്ച് വളരെ ആവേശകരമായിട്ടുള്ളൊരു, അതിൽ NDAയുടെ സ്വാധീനം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 100%. അത് കാരണം NDAയുടെ ഒരു പ്രധാന പോരാട്ടമാണ് ഈ ഇലക്ഷൻ എന്ന് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നോക്കിക്കാണുന്നു. NDAയുടെ ഒരു വിജയം കൂടിയായിരിക്കും ഇത്രയും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചതെന്ന് കൂടി ഞങ്ങൾ വിലയിരുത്തുകയാണ്. ഈ തിരുവനന്തപുരത്തെ ആവേശം, ത്രികോണ പോരിൻ്റെ ആവേശം തന്നെയാണോ ഇതിൽ പ്രതിഫലിക്കുന്നത്? അതിനകത്ത് ഒരു വലിയൊരു സാങ്കേതികത്വമുണ്ട്. കാരണം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം നടത്താൻ ഉദ്ദേശിച്ചത് കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം, ഇല്ലെങ്കിൽ BJPയും തമ്മിലാണ് പോരാട്ടം എന്നുള്ളത് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. കാരണം ഇടതുപക്ഷത്തിനെ നിർജീവമാക്കിയാൽ, ഇടതുപക്ഷം ഈ ഇലക്ഷനിൽ അവരുടെ സ്വാധീനമില്ല എന്ന് വരുത്തി തീർത്താൽ BJPയും കോൺഗ്രസും തമ്മിലായിരിക്കും മത്സരം. ശരിയല്ലേ? കോൺഗ്രസും BJPയും തമ്മിൽ, ഇല്ലെങ്കിൽ കോൺഗ്രസും NDAയും തമ്മിൽ മത്സരം വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും കൂടുതൽ അവർക്ക് സമാഹരിക്കാൻ പറ്റും. അങ്ങനെ ഒരു ധാരണ അവർ വരുത്തി തീർത്തുകൊണ്ടാണ് ഈ ത്രികോണ മത്സരമെന്ന് ഒഴിവാക്കിക്കൊണ്ട്, ത്രികോണ മത്സരമല്ല നടക്കുന്നത്, രണ്ടുപേര് തമ്മിലാണ് മത്സരം. യഥാർത്ഥത്തിൽ അതല്ല. ഈ പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന LDFൻ്റെ സ്ഥാനാർത്ഥിയും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്, കരുത്തനാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഇലക്ഷന് നന്നായിട്ട് നേരിട്ട ആളാണ്. പക്ഷേ അങ്ങനെ ഒരു അജണ്ട അല്ലാതെ രണ്ട് വിഭാഗം തമ്മിലാണ് എന്ന് പറഞ്ഞാൽ NDAയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന് കാണിക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നടന്നത്. ആ വോട്ടുകളും അല്ലെങ്കിൽ ആ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പന്ന്യനും ആ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. LDFും BJPയും തമ്മിലാണ് തിരുവനന്തപുരത്ത് മത്സരം. LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് ഇവർ പറഞ്ഞാലും ഒരു കാര്യം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ജനതയും കേരളത്തിൻ്റെ ജനതയും മറന്നു പോകരുത്. പാറശാല വിട്ടാൽ അവരൊന്നാണ്, കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ അവരൊന്നാണ്, എവിടെ പോയി കഴിഞ്ഞാലും അവരൊന്നാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു 2 എന്നുള്ളൊരു കാര്യം കാണുന്നത്. അപ്പോൾ അതൊരു നല്ല ശുഭലക്ഷണമല്ല. അവർക്ക് ഒരുമിച്ച്, ഞാൻ നേരത്തെ തന്നെ ഒരുപാട് വേദികളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ, അവർക്ക് ഒരുമിച്ച് മത്സരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അവർക്ക് ഒരുമിച്ച് ഒരു കൊടിക്കീഴിൽ മത്സരിക്കാം, ഒരുമിച്ച് ആശയങ്ങൾ ഇത് ചെയ്യാം, അവർക്ക് ഒരുമിച്ച് ഭരണം നടത്താം. എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളെ പറ്റിക്കുന്നു, ഇല്ലെങ്കിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാൻ പാടില്ലാത്തത്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല മണ്ഡലങ്ങളിലും അവർ പ്രകടമായി തന്നെ ഒന്നിക്കുന്നുണ്ട്. നമ്മുടെ തോമസ് ചാഴിക്കാടന്റെ പത്രപരസ്യം നമ്മൾ കണ്ടല്ലോ. എനിക്ക് എന്റെ സ്വദേശം കൂടിയാണ് അവിടെ തന്നെ ആലോചിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ആരെയാണോ എതിർത്തത് അവർക്ക് അനുകൂലമായി സിന്ദാബാദ് വിളിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പം LDFിനുണ്ടായിരുന്നത്. കോൺഗ്രസ് ഞെട്ടിത്തെറിച്ചു പോയി. കാരണം LDFും ഇദ്ദേഹവും തമ്മിലുള്ള ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് കോൺഗ്രസ് തന്നെ ചിന്തിച്ചു, ഞങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിന് തോന്നലുണ്ടാക്കിയ ഒരു പോസ്റ്ററാണത്. അപ്പോൾ അത്തരത്തിൽ അവർ ഒളിഞ്ഞും തെളിഞ്ഞും അവരുടേതായ കൂട്ടായ്മ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ആരും എതിരല്ല. രാഷ്ട്രീയപരമായിട്ട് അവരുടെ, ഇപ്പോൾ അച്ഛനെ വേട്ടയാടിയ മക്കളിന്ന് എവിടെയാണ് നിൽക്കുന്നത്?
നിതീഷ് കുമാറിനെയും കെ എം മാണിയുടെ മകനെയും ഒക്കെ നമുക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അച്ഛനെ എന്തുമാത്രം വേട്ടയാടി, എന്തുമാത്രം ഈ നിയമസഭയിൽ വോട്ടിച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അവരെ നോക്കി, അവർ രണ്ടുപേരുടെയും തീരുമാനങ്ങൾ പോലും എന്തായി. അപ്പോൾ അതിനൊന്നും ആരും എതിരല്ല. ഇതെല്ലാം നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. അതിനൊന്നും അവരാണ് കുറ്റപ്പെടുത്തുന്നത്. ഇപ്പൊ അനിൽ ആന്റണി NDAയിൽ പോയി അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവിടെയാണ് അവിടെ നിന്നുകൊണ്ട് അവര് കൂറുമാറിയിട്ട് ചെയ്യണം, അവിടെ നിന്നുകൊണ്ട് കുറ്റപ്പെടുത്തുകയാണ്. അത് ഇവരെ കൂറുമാറിയല്ലോ. കാലം കാത്തുവെച്ചൊരു കാവ്യനീതിയാണ്. കാരണം കെ കരുണാകരനും AK ആന്റണിയുമായിരുന്നു ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ. അവർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും അവർ തമ്മിലുള്ള പാരവയ്പ്പുകളുമാണ് ഈ പാർട്ടിക്ക് ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് കാലഘട്ടങ്ങൾ ഉണ്ടാക്കിയത്. അതൊരു കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറഞ്ഞ കണക്ക് ഈ രണ്ട് കുടുംബങ്ങളുടെ അവസ്ഥയെന്ന് നോക്കി, കേരളത്തിൽ അവരുടെ പ്രതിച്ഛായ ഒന്ന് നോക്കി. ഇനി കെ കരുണാകരൻ എന്ന് പറയുന്ന മഹാമനുഷ്യൻ്റെ കുടുംബത്തിലായാലും AK ആന്റണി എന്ന് പറയുന്ന ഒരു വലിയ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ മക്കളൊക്കെ തന്നെയും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ഭാഗം അവരെ അച്ഛൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വന്നതാണ്. അവരുടെ ഉൾക്കൊണ്ടിട്ടാണ് അവർ ഈ കാലഘട്ടത്തിൽ വളരെ ഫേമസ് ആയി വന്നത്. എന്നിട്ടും അവരുടെ തീരുമാനം ഇങ്ങനെ വന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും ഈ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായില്ലേ. ഈ AK ആന്റണി ആയിരുന്നാലും അതുപോലെ തന്നെ കെ കരുണാകരനായിരുന്നാലും. ഇന്ന് AK ആന്റണി യഥാർത്ഥത്തിൽ വോട്ടിങ്ങിന് പോയി വോട്ട് ചോദിക്കണമെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടായിരിക്കണം ആദ്യം ചോദിക്കേണ്ടത്? അനിൽ ആന്റണിക്ക് വേണ്ടിയിട്ടായി വേണ്ടേ? അതല്ലേ ശരി? സ്വന്തം മക്കൾ ഇലക്ഷന് നിൽക്കുമ്പോൾ, സ്വന്തം മോൻ ഇലക്ഷന് നിൽക്കുമ്പോൾ മറ്റാർക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ പറ്റും? ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണ്? അപ്പം നമ്മൾ ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാൽ അത് ചോറ്റിൽ പുതച്ചു വയ്ക്കാൻ പറ്റില്ല. ഇന്ന് EP ജയരാജൻ്റെ കാര്യം എന്തായി ഒന്ന് ആലോചിച്ച് നോക്കി. തൊട്ടുകൂടാത്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി, തൊട്ടുകൂടാത്ത പ്രസ്ഥാനമാണ് NDA എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ തന്നെ വളരെ രഹസ്യമായിട്ട് ചർച്ചകൾ നടത്തിയതും BJPയിലേക്ക് ചേക്കേറാൻ വേണ്ടി തുടങ്ങിയതും ഒക്കെ തന്നെ നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരും വളരെ ശക്തമായി തന്നെ. അതല്ലേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭാരതീയ ജനതാ പാർട്ടി ഇല്ലെങ്കിൽ NDA എന്ന് പറയുന്നത് തൊട്ടുകൂടാത്തൊരു സംഭവമല്ല എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഈ BJPയിലേക്കുള്ള നേതാക്കളുടെ വരവാണല്ലോ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത്. രണ്ട് ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദലാൽ നന്ദകുമാറിനെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്? പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ ഹർത്താൽ നടത്തിയ സംഘടനയാണ് DYFI. ആ DYFIക്ക് അന്ന് പിന്തുണ കൊടുത്ത നേതാക്കളെല്ലാം തന്നെ നരേന്ദ്രമോദിയുടെ പാളയത്തിലേക്ക് ചേക്കേറാനായി ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെയാണ് ദലാൽ നന്ദകുമാറിനെ പോലെയുള്ള ആളുകൾ ചിത്രത്തിൽ വരുന്നത്? അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാമോ? ദലാൽ നന്ദകുമാറിനെ പോലെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ഒരു പൊളിറ്റിക്കൽ പിമ്പാണെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇത്തരം ആൾക്കാരെ സത്യത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാരായിട്ട് നടക്കുന്ന ആൾക്കാർ തന്നെ മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം അവരുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അതിൽ കൂടെ നേട്ടം സമ്പാദിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. നരേന്ദ്രമോദിയെ പോലെ അതികായകനായിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ പറ്റി ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടിയിലേക്ക് ആൾക്കാരും വ്യക്തികളും ജനങ്ങളും നേതാക്കന്മാരും ഒരു കുത്തൊഴുക്ക് നടത്തുന്നത് ഒരു വലിയ കാര്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് നമുക്ക് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം പ്രധാനമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്, അദ്ദേഹം ആശുപത്രിയിൽ സുഖമായിരിക്കുന്നു, ഇന്ന് അദ്ദേഹം വീട്ടിൽ റെസ്റ്റിലാണ്, അങ്ങനെ ഒരു വാർത്ത എവിടെയെങ്കിലും കേട്ടിട്ടുള്ളതായിട്ട് അറിയാവോ? കാരണം അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഒരു ലാഭേച്ഛയുമില്ലാതെ ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് മാത്രം അഹോരാത്രം പ്രയത്നിക്കുന്നൊരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിയിൽ ആൾക്കാർ ആകൃഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു പാഷനാണ്. ഓരോരുത്തർക്കും അദ്ദേഹത്തിനോടുള്ള ഒരു താല്പര്യമാണ്, സ്നേഹമാണ്. അപ്പോൾ അതിന് ഇത്തരം പൊളിറ്റിക്കൽ പിമ്പുകളുടെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അവർക്ക് നേരിട്ട് വന്ന് അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് അംഗത്വം എടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും ഇല്ലെങ്കിൽ NDA ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നതും നല്ലത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ പൊളിറ്റിക്കൽ പിമ്പുകളുടെ ആവശ്യമില്ല എന്ന് പറയുന്നു. പക്ഷേ അവർക്കാണ് കേരള രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അവരുടെ പല രീതിയിലുള്ള സാന്നിധ്യം. ആദ്യത്തെ ടൈമിൽ മുഖ്യമന്ത്രി അധികാരത്തിൽ പിണറായി വിജയൻ ആദ്യത്തെ സർക്കാർ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഓർക്കണം, ചില ഭൂതഗണങ്ങൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്, ഉണ്ടാവും, അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ചില ഭൂതഗണങ്ങളുടെ പിടിയിലാണ് ഇന്ന് അദ്ദേഹം ഒന്ന് ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുകയും ചെയ്തത്. അത് അങ്ങനെ ഒരു വൈപരീത്യത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ
നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്തിടത്ത് ഇവർക്ക് പ്രവേശനം ഉണ്ടാവും. അപ്പം നമുക്കറിയാം ഇ പി ജയരാജന്റെ കാര്യമാണ്. ഇത് ആദ്യമായിട്ടല്ല ദല്ലാളുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്യുന്നത്. അദ്ദേഹം അവരുടെ പരസ്യമായിട്ട് തന്നെ പുള്ളിയുടെ വീട് സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കേരളമൊക്കെ അദ്ദേഹത്തിന്റെ അമ്മയെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വ്യക്തിബന്ധത്തിനുപരിയായിട്ടുള്ള ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ട് എന്നുള്ള ആണ് അത് അവിടെ സ്പഷ്ടമാകുന്നത്. നമുക്കിപ്പോൾ അങ്ങനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ചില സംശയത്തിന്റെ ഡൂബിയസ് ആയിട്ടുള്ള ചില ഇടപാടുകൾ നടക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരസ്യമായി ചെല്ലാൻ പറ്റാത്തിടത്ത് ഇദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും ചെല്ലാമല്ലോ, എങ്ങനെ വേണേൽ ചെല്ലാം. ഒപ്പം തന്നെ ഇപ്പം നേരത്തെ നടന്നിട്ടുള്ള വിവാദമായിട്ടുള്ള ഇടപാടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. കോടികളുടെ ഇടപാട്, നമുക്ക് കോടികളൊന്നും ഇത്ര സാധാരണ കേൾക്കാതിരുന്ന സമയത്താണ് ദേശാഭിമാനി ബോണ്ട് വിവാദമൊക്കെ വരുന്നത്. നിമിഷം കൊണ്ട് അദ്ദേഹം കോടികൾ ഉണ്ടാക്കി തരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു വലിയ ഓർഗനൈസറാണെന്നും പാർട്ടി ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പൊളിറ്റിക്കൽ പിമ്പുകളുടെ ആവശ്യം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് CPM എന്നുള്ളതാണ്. അതിന്റെ പ്രസക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതെ, കാരണം അത് ഈ പൊളിറ്റിക്കൽ പിമ്പുകളാകുന്നത് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് ഇവർ തന്നെയാണ്. നേരത്തെ പറഞ്ഞത് ഒരു വലിയ പോയിന്റാണ്. കാരണം നമ്മുടേതായ ആവശ്യങ്ങൾ വരുമ്പോൾ ലക്ഷങ്ങളും കോടികളും സമാഹരിച്ചു കൊടുക്കുക വഴിയാണ് ഈ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. അപ്പം സാമ്പത്തികമാണ് ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. ഇപ്പം ദേശാഭിമാനിക്കൊരു ആവശ്യം വന്നാൽ അപ്പം തന്നെ വിളിക്കാം, ദല്ലാൽ നന്ദകുമാറിനെ വിളിക്കാം, എത്ര കോടി രൂപ വേണമെന്ന് ചോദിക്കും. അതുപോലെ തന്നെ സാന്റിയാഗോ മാർട്ടിനെ വിളിക്കാം, അപ്പോൾ എത്ര കോടി രൂപ വേണമെന്ന് ചോദിക്കും. ആ പൈസകൾ കൊടുക്കാനായിട്ട് അവർ തയ്യാറാകുമ്പോൾ അവർ ഏറ്റവും നല്ല അടുത്ത ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടും. ഇതുവഴിയാണ് അവർ പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൂടെ കടക്കുന്നത്. എന്തായാലും ഈ കേരളത്തിൽ NDA ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തിയോടെ അല്ലെങ്കിൽ കൂടുതൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, പത്തനംതിട്ടയിലൊക്കെ നല്ല ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം നടക്കുന്നു. എങ്ങനെയുണ്ട് ഈ A ക്ലാസ് മണ്ഡലങ്ങളെന്ന് വിലയിരുത്തിയ മണ്ഡലങ്ങളിലെ സ്ഥിതി? ഞാൻ അത് പറഞ്ഞതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഇലക്ഷന് വരെ ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ ഒട്ടനവധി കക്ഷികൾ ആരോപണങ്ങൾ ഓരോ സമയത്തും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ പരിഗണിച്ചില്ല, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ല, ഇല്ലെങ്കിൽ ഇന്നതുപോലെ തന്നെയാണ് ഇന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളൊരു ആവശ്യങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ ഇലക്ഷനിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള NDAയുടെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും കേട്ടതായിട്ട് അറിയാമോ? തിരുവനന്തപുരം ജില്ലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് മെയ് മറന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ഒരു ഇലക്ഷനാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഐക്യം, ആ മുന്നണിയുടെ ഐക്യം, അത് നമ്മൾ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും ഒരു വലിയ ഘടകമായിരുന്നു എനിക്ക് തോന്നുന്നു. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞാൽ, സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ ഒട്ടനവധി ചെറിയ കാര്യങ്ങളും പൊട്ടിത്തെറികളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ഇന്നയാൾ വരും എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും. പക്ഷേ അദ്ദേഹം വന്നിറങ്ങി ഏകദേശം ഒരു 24 മണിക്കൂറിനകത്ത് തന്നെ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത്, പിന്നീട് ഇന്നേ ദിവസം ഈ ഇലക്ഷൻ്റെ ഈ വോട്ടെടുപ്പിൻ്റെ ഇന്നേ ദിവസം വരെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരൊറ്റ അജണ്ടയോടുകൂടി ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരു എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു NDA. സംശയമില്ല കാര്യത്തിൽ. ഇതിനിടയിൽ കൗതുകകരമായ ചില അല്ലെങ്കിൽ നിരുത്തരവാദപരമായിട്ടുള്ള ചില വാർത്തകളും വരുന്നുണ്ട്. ആലപ്പുഴ ഒരു സ്കൂളിലെ, ചരമംഗലം സ്കൂളിലെ പ്രിസൈഡിംഗ് ഓഫീസർ മദ്യപിച്ചെത്തി എന്നുള്ളതാണ് അത് ആ വാർത്ത. നാട്ടുകാർ ഇതിനെ തുടർന്ന് ബഹളം വെച്ചു. തുടർന്ന് ഓഫീസറെ മാറ്റി നിർത്തി എന്നാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മദ്യം എന്നുള്ളത് ഇവിടെയും വലിയൊരു ഇതിന്റെ പോളിംഗിന്റെ ലഹരി മാത്രമല്ല, ഒരു എക്സ്ട്രാ ലഹരി കൂടി ഇവിടെ ഈ മദ്യനിരോധനമാണ് എന്നുകൂടെ ഓർക്കണം. എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. ചിലപ്പം അദ്ദേഹം തന്നെ അതിന് പ്ലാൻ ചെയ്തു കൊണ്ടുവന്നതായിരിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ നടൻ ശ്രീനിവാസന്റെ ഒരു ശ്രദ്ധേയമായ ഒരു പ്രസ്താവന അദ്ദേഹം വരുന്നു. അദ്ദേഹം തൃപ്പൂണിത്തുറയിലാണ് വോട്ട് ചെയ്തത്. അതിനുശേഷം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ നമ്മൾ ഒരു സറ്റയറായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞ, ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ വഴുതുണ്ട്. ഈ ജനവിധി ജനങ്ങൾക്ക് തന്നെ എതിരായ, ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ജനവിധിയൊക്കെ തന്നെ
ജനങ്ങൾക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു വിധിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആര് ജയിച്ചാലും അത് ജനത്തിന് എതിരാണ്. ഇന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവനെ തേടിപ്പിടിച്ച് ചവിട്ടിക്കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ച് മരിച്ചേനെ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കമന്റ്. ശ്രീനിവാസന്റെ ഒരു ഇതായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങൾ വളരെ ശക്തമാണ്. ഒപ്പം തന്നെ ജനാധിപത്യത്തിലെ ചില പുഴുക്കുത്തുകളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുമുണ്ടോ അവിടെ. അല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും ശ്രീനിവാസന്റെ ഒരു ബൈറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം നോക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സാമൂഹികമായ വിമർശനം അദ്ദേഹത്തിൻ്റെതായ സ്വതസിദ്ധമായ ശൈലിയിൽ നടത്തുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അത് ഈ ജനാധിപത്യത്തിന്റെ ഉത്സവം നടക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും വിലമതിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ, ഈ തീരദേശ മലയോര മേഖലകളിൽ BJP ദുർബലരായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ആ ഒരു പ്രവർത്തനം, ഈ ഘടകകക്ഷികളുടെ പ്രവർത്തനം ഇത്തവണ കൂടുതൽ എഫക്റ്റീവാണ് ആ മേഖലയിൽ എന്നൊരു വിലയിരുത്തലുണ്ടോ പാർട്ടിക്ക്? ഞാൻ അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അതിനെ സൂചിപ്പിക്കാം. ഞാൻ ഇന്നലെ ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളായണി, കാക്കാമൂല, പറഞ്ഞതുപോലെ തന്നെ കോവളം, ആ മണ്ഡലങ്ങളിലായിരുന്നു. ഞാൻ ഇന്നലെ വളരെ ശ്രദ്ധേയമായിട്ട് കണ്ട കാര്യം, പണ്ട് മുതലേ നമ്മൾ എന്ത് കാര്യം പറഞ്ഞിരുന്നാലും ഇടതുപക്ഷത്തിൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളും അവരുടെ പ്രവർത്തന രീതിയും കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. കാരണം ആ ഒരു ലെവലിലേക്ക് മറ്റ് പ്രസ്ഥാനങ്ങളൊന്നും തന്നെ വളർന്നു വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്നലെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ കോവളം ആ ഭാഗത്ത്, ഇല്ലെങ്കിൽ വെള്ളായണി, കാക്കാമൂല ആ ഭാഗത്ത് പോയപ്പോൾ അവിടുത്തെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിലർ ശ്രീ രാജലക്ഷ്മി ഇന്നലെ മിനിങ്ങാന്നൊരു ചെറിയ ആക്സിഡൻറ്റിൽ അവരുടെ കാൽ ഒടിഞ്ഞു പോയി. ആ ഒടിഞ്ഞ കാൽ അവർ പ്ലാസ്റ്റർ ഇട്ടില്ല. എന്തെന്നറിയാമോ? പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കണം. ആ ഒടിഞ്ഞ കാലും കൊണ്ട് ആ ഒരു കൗൺസിലർ ഇന്നലെ അവിടെ കയറാത്ത വീടുകളില്ല. കാരണം അപ്പോൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട്, അത്രത്തോളം മനസ്സിൽ തട്ടി ഈ പ്രാവശ്യം അത്രത്തോളം ഈ വീടുകളിലും ജനഹൃദയങ്ങളിലേക്കും ജനങ്ങളിലേക്കുമൊക്കെ കടന്നു കയറി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അതൊരു വലിയ ഇന്ത്യയുടെ വിജയമാണ്. സാധാരണഗതിയിൽ ഈ രീതിയിലൊന്നുമുള്ള പ്രവർത്തനമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും മറ്റ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. ഇപ്രാവശ്യം അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം കാലൊടിഞ്ഞാലും ഇന്ന് കഴിഞ്ഞിട്ട് നാളെ പ്ലാസ്റ്റർ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിലേക്കും കയറി ചെല്ലുന്ന കൗൺസിലർമാരെയും പ്രവർത്തകരെയുമാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് വലിയൊരു മാറ്റമാണ്. ഈ വോട്ടിംഗ് ശതമാനവും വിജയസാധ്യതയും തമ്മിൽ എങ്ങനെയാണ് അത് ഇനി കൂട്ടിക്കെട്ടുന്നത്? അതൊരു ലോജിക്കലാണോ? അത് വോട്ടിംഗ് ശതമാനവും വിജയവും തമ്മിലെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഒരു ചിന്താഗതിയുണ്ട്. ഇടതുപക്ഷ പ്രവർത്തകരുടെ വോട്ടുകൾ ഇല്ലെങ്കിൽ LDFൻ്റെ വോട്ടുകൾ അവർ കൃത്യമായിട്ട് ആദ്യമേ തന്നെ പോൾ ചെയ്യും. അപ്പം വോട്ടിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമായി എന്നുള്ളതാണ് ഒരു ചിന്താഗതി, ഒരു കോമൺ പാറ്റേൺ. അങ്ങനെയാണ് അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് അവർ ആദ്യമേ തന്നെ പെട്ടിയിലാക്കും. പിന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ അവരുടെ വോട്ടായിരിക്കും കൂടുതൽ കിട്ടിയത്. വോട്ടിംഗ് ശതമാനം കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ തന്നെ വിജയമാണ്. നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൽ ഒട്ടനവധി ആൾക്കാർ പല മേഖലകളിൽ നിന്ന്, ഇന്ന് എനിക്കറിയാം ബാംഗ്ലൂരിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ തന്നെ തിരുവനന്തപുരത്തെത്തി വോട്ട് ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരെല്ലാം ആവേശത്തോടെ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിലേക്ക് വെച്ച NDA ഇപ്രാവശ്യം മുന്നിലേക്ക് വെച്ചത് ഒരു വർഗീയതയോ ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമോ ഒന്നുമല്ല. നമ്മൾ ഒറ്റ കാര്യമേ മുമ്പിൽ വെച്ചിട്ടുള്ളൂ, വികസനം, വികസനം, വികസനം. രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എനിക്ക് ഒരു പ്രാവശ്യം വോട്ട് തന്ന് എന്നെ വിജയിപ്പിച്ചാൽ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഈ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണക്കാരൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അവൻ്റെ വീട്, ഇല്ലെങ്കിൽ അവൻ്റെ ഒരു ബാത്റൂം, അവൻ്റെ ഒരു വഴി, അവൻ്റെ ഒരു വഴിവിളക്ക്, ഇതൊക്കെയാണ് ഒരു സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ. ഇത്തരം കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു MP ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് നിങ്ങൾ ഒരു അവസരം തന്നു കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അല്ലാതെ എനിക്ക് നാണം കെട്ടിവിടെ നിൽക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ തന്നെ മലയോര മേഖലകളിലും അതുപോലെ തന്നെ ഈ തീരദേശ മേഖലകളിലും ചെല്ലുമ്പോൾ ഒരുപാട് പേരുടെ ചീത്ത, കാരണം നിങ്ങൾക്ക് വോട്ട് തന്നിട്ട് എന്ത് കാര്യം, ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് വോട്ട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് കിട്ടി, എന്ത് നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, അതുകൊണ്ട് ദയവേത് നിങ്ങൾ വോട്ടിന് വേണ്ടി വരരുത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ MP കൊടുക്കേണ്ട ചീത്ത മുഴുവൻ കേട്ട ആളാണ് ഇദ്ദേഹം. അപ്പം അടുത്ത പ്രാവശ്യം വോട്ടിലേക്ക് പോകുമ്പോഴും ഇദ്ദേഹത്തിന് ഈ ക്രിയേറ്റീവായിട്ട് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാനിവിടെ വരില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പം അത്രയും ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്ന ആളല്ല, പ്രവർത്തികളിലാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഈ അദ്ദേഹം
പുറത്തുനിന്ന് വരുന്നയാള് എന്നൊരു പ്രചരണം ഉണ്ടായി. അതിനെ മറികടക്കാൻ ഈ ഇത്രയും ദിവസത്തെ പ്രചരണം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 1000 വട്ടം നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ലേ, അദ്ദേഹം വന്നിറങ്ങിയതും അദ്ദേഹം ഇന്ന് നിൽക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി. നമ്മളിലൊരു ആളായി, നമ്മളിലൊരു മനുഷ്യനെ അദ്ദേഹം ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇവിടെ അദ്ദേഹം വീടെടുക്കുന്നു, താമസം ആരംഭിക്കുന്നു, ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ഇനി ഞാൻ ഇവിടെ ഉണ്ടാകും എന്നുള്ള വാക്ക് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡൽഹി പോകുന്നു, ഓർഡർ കൊണ്ടുവരുന്നു, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്കൊരാളായിട്ട് ഞാനിവിടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ തന്നെ ധാരാളമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരിക്കലും കേരളത്തിൻ്റെ അല്ലാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു സൈനികനായിരുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ധീരദേശാഭിമാനി ആയിരുന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ രാജ്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഒരു സ്ഥലത്തിൻ്റെ ആളല്ല. അദ്ദേഹം കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈ NDA പുറത്തിറക്കിയ വിഷൻ ഡോക്യുമെൻ്റ്, ആ സമയത്ത് തന്നെ പുറത്തിറങ്ങിയ മറ്റു ചില തീരദേശ മേഖലയിൽ പുറത്തിറങ്ങിയ ലീഫ്ലെറ്റുകൾ, അതെല്ലാം അദ്ദേഹം തന്നെ സ്വയം താരതമ്യപ്പെടുത്തിക്കൊണ്ട് വാർത്താലേഖകരോട് പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ. എങ്ങനെയാണ് ഇപ്പോഴും ചില പോളറൈസേഷനുള്ള ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണോ? രണ്ട് തരത്തിലാണ് അക്കാര്യത്തിൽ. ഒന്ന്, ശശി തരൂർ പുറത്തിറക്കിയ മാനിഫെസ്റ്റോയും ഇദ്ദേഹം പുറത്തിറക്കിയ ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം, അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളോ അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹം പുറത്തിറക്കിയത്. അദ്ദേഹം ഇനി വരുന്ന 5 കൊല്ലം കൊണ്ട് നമുക്ക് ഈ തിരുവനന്തപുരത്തിൻ്റെ വികസന പ്രക്രിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ചത്. എന്നാൽ അതേസമയം ശശി തരൂർ ചെയ്തതെന്താണ്? സെൻട്രൽ ഗവൺമെൻറ് ഇതുവരെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയിട്ടുള്ള മുഴുവൻ പദ്ധതികളും അത് ഈ എൻ്റെ അക്കൗണ്ടിലേക്കാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിലുള്ളൊരു സാധനമാണ് മുന്നോട്ട് വെച്ചത്. ഇനി വരുന്ന 5 വർഷം എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. ഇതാണ് സംഭവിച്ചത്. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഒരു സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികൾ കാര്യക്ഷമമായി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഒരു MP-യുടെ പ്രവർത്തനം? അതെ, അദ്ദേഹം നിസ്സഹായനായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പക്കൽ ഭരണമില്ല, പക്ഷേ എന്നാലും ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ NDA പറയുന്നു അതെല്ലാം NDAയുടെ ഭരണ നേട്ടങ്ങളാണ്, ഇപ്പോഴത്തെ MP അദ്ദേഹത്തിൻ്റെ പത്രികയിൽ അടിച്ചു വച്ചിരിക്കുന്നത്, വിഷൻ ഡോക്യുമെൻറ്റിൽ അടിച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. പക്ഷേ ഒരു എന്താണ് വോട്ടർമാർക്ക് നൽകാനുള്ള ക്ലാരിറ്റി, വോട്ടർമാരുടെ ആവശ്യങ്ങൾ അതുപോലെ കിടക്കുകയും ചെയ്യുന്നു. കുടിവെള്ളം, അതുപോലെ തന്നെ വീട്, ഇതുപോലെയുള്ള ആവശ്യങ്ങൾ കിടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തൊഴിലും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും NDA മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ അത് കൂടുതൽ പ്രത്യാശ നൽകുന്നതാണ് എന്ന് BJP അവകാശപ്പെടുന്നുമുണ്ട്. എങ്ങനെയാണ് ഇനി 5 വർഷത്തേക്കുള്ള ജനവിധി ലഭിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോവുക? ഒരു നാടിൻ്റെ വികസനം സാധ്യമാവുന്നത് എപ്പോഴും അടിസ്ഥാനപരമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സംസ്ഥാന സർക്കാർ, ഇവരെ ഒന്നും മറികടന്നുകൊണ്ട് സത്യത്തിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. അത് സ്വാഭാവികമാണ്, യഥാർത്ഥത്തിൽ സത്യവുമാണ്. കാരണം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ, ഇല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, ഇല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ, ഇല്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്, ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഒരു പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നു. ആ പ്രോജക്റ്റിലേക്ക് ഒരു 50 ഏക്കർ സ്ഥലം വേണം. ഈ സ്ഥലം സംസ്ഥാന സർക്കാർ അക്വയർ ചെയ്ത് കൊടുത്താൽ മാത്രമല്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അത് വളരെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴചേർന്ന്, ഇല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം തന്നെയാണ്. ഇവിടെ അതിനെയൊക്കെ മറികടന്നാണ് സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സംസ്ഥാന സർക്കാരിനെ നടത്തിക്കൊണ്ടു പോകുന്നത് ഇടതുപക്ഷമാണ്. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണ്. പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് NDA കേന്ദ്ര സർക്കാർ ഇത്രയും പദ്ധതികൾ ആവിഷ്കരിച്ചത്. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗം പലപ്പോഴും നമ്മുടെ പദ്ധതി വിഹിതം, ഒരു ഉദാഹരണത്തിന് ഒരു ബസ് സ്റ്റാൻഡ് ചെയ്യേണ്ടി വരുന്നത് ഒരു 30 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ഈ 30 ലക്ഷം രൂപയിൽ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ മാത്രമേ യഥാർത്ഥത്തിൽ ആ പദ്ധതിയിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി 20 ലക്ഷം രൂപയും അതിൻ്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ, നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആൾക്കാർ അവിഹിതമായിട്ട് പറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? പല പദ്ധതികളും, ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കാർഷിക പദ്ധതി, കൃഷിക്കാർക്ക് കൊടുക്കുന്ന പെൻഷൻ, അത് 2000 എങ്കിൽ 2000, 6000 എങ്കിൽ 6000, ഏതാണെന്ന് വെച്ചാൽ ആ തുക കൃത്യമായിട്ട് ഒരിടത്തും തൊടാതെ ആ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നു നേരിട്ട്. അവിടെയൊക്കെയാണ് നമ്മൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ്റെ ബുദ്ധി പ്രഭാവത്തെ നമ്മൾ കാണാൻ പറ്റിയിട്ട്. കാരണം ഇവിടെ ഒന്നും തൊടാരുത്, തൊട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം കമ്മീഷൻ പോകും.
ഏതൊരു പദ്ധതി പറഞ്ഞാലും ശരി, അതൊരു MP-യുടെ ഓഫീസ് ആയിക്കോട്ടെ, ഒരു MLA-യുടെ ഓഫീസ് ആയിക്കോട്ടെ, ഒരു മന്ത്രിയുടെ ഓഫീസ് ആയിക്കോട്ടെ, അവിടെ എല്ലാം നമ്മൾ എന്ത് പദ്ധതി പറഞ്ഞിരുന്നാലും അതിൻ്റെ എല്ലാം അവിഹിതമായിട്ടുള്ള പണങ്ങൾ പല ആൾക്കാർക്കും കൊണ്ടുപോകേണ്ടി വരും. അതിനെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്ന. അതേസമയം നമ്മുടെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഈ പദ്ധതികളെ എല്ലായിടത്തും കൺസൾട്ടന്റുമാരാണ്. കൺസൾട്ടന്റുമാരെ നിയമിക്കുക എന്നുള്ളതാണ് ഏതൊരു പദ്ധതിയും ആവിഷ്കരിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അറിയാൻ വലിയ പദ്ധതികൾ വരുന്നു, ആ പദ്ധതിക്ക് ഒരു കൺസൾട്ടന്റ് വരുന്നു, അവർക്ക് ലക്ഷങ്ങൾ അനുവദിക്കുന്നു, അവരൊരു പഠനം നടത്തി പോകുന്നു, പദ്ധതി എവിടെയും ഇല്ലാതെ എയറിൽ നിൽക്കുന്നു. ഈ രീതിയിലുള്ള എത്രയോ പദ്ധതികൾ നമുക്ക് കാണാം. ഇതിനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിനെയൊക്കെയാണ് ജനങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെയാണ് വികസനം കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് നടപ്പാക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു അവസരമാണിത്. കുമാർ, നമ്മളിപ്പോൾ പറയുന്നുണ്ട് ഈ CPM-ന്റെ ഇതിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരികയാണ്. കാരണം ഈ NDA-യിലേക്ക് ചേരുന്നു എന്നൊക്കെയുള്ള ഒരു ഇത് ഈ പറഞ്ഞ ഭരണ നേട്ടങ്ങളായിരിക്കുമോ പ്രധാനമായിട്ടും? കാരണം ഇങ്ങനെയുള്ള ഒരു പ്രമുഖനായിട്ടുള്ള നേതാവ് ഇങ്ങനെ ഒരു ആലോചന പോലും വരുന്നത് ആ ഭരണ നേട്ടത്തിന്റെ ഒരു ആകർഷതയിലായിരിക്കുമോ? ഭരണനേട്ടം അതുപോലെ തന്നെ സ്ഥായിയായ ഭരണവും, ഇത് രണ്ടുമുണ്ട്. കാരണം സ്ഥായിയായ ഭരണം ഇനിയും അവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും, ഇനി NDA ആയിരിക്കും കേന്ദ്രത്തിൽ ഭരിക്കുന്നതെന്ന് ഈ പറയുന്ന ഒരു പാർട്ടിക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ നമ്മള് ജയരാജനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് ഒരു ദിവസം മുൻപാണ് പഴയ MP സുധാകരന്റെ PA ചേർന്നത്. അതും വലിയ ആഘോഷത്തോടെയാണ് കണ്ടത്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നില്ലെങ്കിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഉന്നത സ്ഥാനത്തിരുന്നേനെ. അതും സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിനു മുമ്പ് സജി മഞ്ഞക്കടമ്പൻ എന്നുള്ള ഒരു കോൺഗ്രസ് നേതാവ്, കേരള കോൺഗ്രസ് നേതാവിനെ നമ്മൾ കണ്ടു. അദ്ദേഹം NDA-യിലേക്കാണ് വരുന്നത്. ഇവരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഭരണ നേട്ടം മാത്രമായിരിക്കും അവരുടെ ഒരു ലക്ഷ്യം. ഭരണ നേട്ടവും അതുപോലെ തന്നെ സുസ്ഥിരമായ ഭരണവും. കാരണം ഇനിയും അവർ തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ആ ഒരു നേട്ടം നരേന്ദ്രമോദിക്ക് അർഹതപ്പെട്ടതാണെന്നുള്ള ചിന്താഗതിയാണ് ഇത്തരം ഇപ്പം പാർട്ടികളിലേക്ക്. NDA-യിലെ ഒരു പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ നിങ്ങൾക്കാണത് കൂടുതൽ പറയാൻ കഴിയുന്നത്. കാരണം ഇവരൊക്കെ വരുന്നത് ഘടകകക്ഷിയെ എങ്ങനെ പരിഗണിക്കുന്നു, NDA-യിലുള്ള പരിഗണനയാണ് ഇവർക്കെല്ലാം പ്രധാനം. ലോക് ജനശക്തി പാർട്ടിയെ സംബന്ധിച്ച്, LJP-യെ സംബന്ധിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചാൽ ഞങ്ങൾ വളരെ തൃപ്തികരമാണ്. ഞങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാ അംഗീകാരങ്ങളും ഇതുവരെയും NDA തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ 5 MP സീറ്റായിരുന്നാലും അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പരിഗണനകളായിരുന്നാലും ഇവിടെ ചന്ദ്രശേഖർജി ഇവിടെ ഇലക്ഷന് വേണ്ടിയിട്ട് വന്ന അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ VV രാജേഷ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മികവുറ്റതായിരുന്നു. എല്ലാ കാര്യത്തിലും ഏത് അവസരത്തിലും അദ്ദേഹത്തിന് വിളിച്ചാൽ, സാധാരണഗതിയിൽ വിളിച്ചാൽ ഫോണിൽ കിട്ടാത്ത ആളാണെങ്കിൽ പോലും ഈ ഇലക്ഷനിൽ ഇത്രയും തിരക്കുണ്ടെങ്കിൽ പോലും എടുത്തില്ലെങ്കിലും തിരിച്ചു വിളിക്കുകയും കാര്യങ്ങൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്ത ഒരു ജില്ലാ പ്രസിഡന്റ് തന്നെയായിരുന്നു ശ്രീ VV രാജേഷ്. അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു ഇക്കാര്യത്തിൽ, ഇപ്രാവശ്യത്തെ ഇലക്ഷൻ കോർഡിനേറ്റ് ചെയ്ത കാര്യത്തിൽ. ഇത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പൊ നമ്മൾ MV ഗോവിന്ദനും പാർട്ടി സെക്രട്ടറിയും പറയുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് എന്നാണ്. അതായത് ജയരാജനുള്ള ഒരു കൃത്യമായ മുന്നറിയിപ്പാണ് എന്നുള്ളതാണ് MV ഗോവിന്ദന്റെ പറയുന്നത്. പക്ഷേ എന്തിന്റെ മുന്നറിയിപ്പായിരിക്കും ഇത്? ഈ മുന്നറിയിപ്പ് എന്ന് പറയുമ്പം എന്തിൻ്റെങ്കിലും ആയിരിക്കുമല്ലോ, അതെന്തായിരിക്കും എന്നാണ് കുമാർ കരുതുന്നത്? പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവേണ്ട ഒരു പൊട്ടിത്തെറി, EPയെ പോലുള്ള ഒരാൾ ഇങ്ങനെ ഒരു ശ്രമം നടത്തി എന്ന് വെളിപ്പെടുത്തൽ വരുമ്പോൾ ആ ഒരു പൊട്ടിത്തെറി അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. വളരെ സ്വാഭാവികമായ മെയ് വഴക്കത്തോടു കൂടി അവരിപ്പോഴും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ മുഖ്യമന്ത്രി വരെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോൾ അതൊരു ജാഗ്രത കുറവാണ് എന്ന രീതിയിലേക്ക്, അതായത് കൂട്ടുകെട്ടിന്റെ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ EP-യുടെ പ്രശ്നമല്ല, കൂട്ടുകെട്ടിന്റെ പ്രശ്നമാണ്, ജാഗ്രത കാണിക്കണം. ആ രീതിയിലേക്കുള്ള ഒരു അസാധാരണമായ മെയ്വഴക്കത്തോടു കൂടി CPM പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ? ഈ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളം വോട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ആ രീതിയിലൊരു തെറ്റിദ്ധാരണയുണ്ടാക്കാനോ കണ്ണിൽ പൊടിയിടാനാകുമോ? പ്രത്യേകിച്ചും ഭരണ നേട്ടത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി വളരെയധികം ക്ഷോഭിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ CPM-ന്റെ ഈ ഒരു ന്യായീകരണത്തിലുള്ള വൈദഗ്ധ്യമാണ്? അത് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇത് EP ജയരാജന്റെ സ്ഥാനത്ത് P ജയരാജനായിരുന്നെങ്കിലോ?
ചിലപ്പോൾ അദ്ദേഹം പാർട്ടി തന്നെ ഉണ്ടാവില്ലായിരുന്നു, ഒറ്റ ദിവസം കൊണ്ട് പുറത്തു പോയേനെ. അപ്പോൾ ഇ പി ജയരാജനായതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ആൾ ഇല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ എന്ത് ചെയ്താലും സംരക്ഷിക്കാനുള്ള ഒരു അവകാശം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് എന്താ പൊട്ടിത്തെറി ഉണ്ടായില്ല? ഇതിനേക്കാളും വലിയ ആരോപണങ്ങളല്ലേ ഉണ്ടായത്. അതേസമയം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ മകന് ബിനീഷിനെ കുറിച്ച് ആരോപണം ഉണ്ടായപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞല്ലോ. എന്താ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് രണ്ട് നീതി രണ്ട് ന്യായമായി? അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴാണ് വിഷയങ്ങൾ വരുന്നത്, അല്ലാതെ മറ്റുള്ളവരിലേക്ക് വരുമ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ചെയ്ത് അപ്പം ഞാൻ നടപടിയെടുക്കും. അതേസമയം എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ഞാനത് ജാഗ്രത കുറവായിട്ട് മാത്രം കാണും. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾ കഴിയുമ്പോൾ നടപടി ഉണ്ടാകുമോ ഇ പിക്കെതിരെ? നടപടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ പാർട്ടിയാണ് ആ തീരുമാനത്തിൽ എത്തേണ്ടത്. പക്ഷേ എങ്കിലും ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി കാണണം, ഏത് പാർട്ടിയായിരുന്നാലും ഏത് പ്രസ്ഥാനമായിരുന്നാലും. കാരണം എൻ്റെ ചിന്താഗതിയിലുണ്ടായ ഒരു വ്യത്യാസമാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം. ഞാൻ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു എങ്കിൽ ഇവിടെ എനിക്കുണ്ടായിരിക്കുന്ന അനിഷ്ടങ്ങളും എനിക്ക് കിട്ടാതെ പോയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്താഗതി ഉണ്ടാകും. അതിനെക്കുറിച്ച് അവരുടെ പാർട്ടിയാണ് വിലയിരുത്തേണ്ടത്. എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നും എന്ത് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണമെന്നുള്ള അവരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഈ വർദ്ധിച്ചു വരുന്ന ജനസമ്മതി, ജനങ്ങൾ കൂട്ടത്തോടെ പോകുമ്പോൾ നേതാക്കളും അതിനോടൊപ്പം ഒഴുകി പോവുകയാണോ? അത് സ്വാഭാവികമായ ഒരു ഒഴുകിപ്പോ ജനങ്ങളുടെ ഒഴുക്കാണ് നമ്മൾ ഈ ഇലക്ഷനിൽ കാണുന്നത്. അതുപോലെ തന്നെ ആ കുത്തൊഴുക്കിൽ എല്ലാ നേതാക്കന്മാരും ഇങ്ങോട്ട് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയൊരു കാലം കേരളം എന്ന് പറയുന്നത് NDAയോടൊപ്പം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. 31% കേരളത്തിന്റെ ശരാശരി വന്നിട്ട് അരമണിക്കൂറിനുള്ളിൽ 30 എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് 30% കടന്നിരിക്കുന്നു, ആറ്റിങ്ങലിൽ 33%, എല്ലാ മണ്ഡലങ്ങളിലും 30% കടന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കേരളം ഏതാണ്ട് ഒരേ ട്രെൻഡിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മണ്ഡലങ്ങളിൽ അതായത് 3-1 പേർ വോട്ടർമാര് സമ്മതിദാനാവകാശം നിർവഹിക്കാൻ കഴിഞ്ഞു. വടകരയിൽ എന്താണ് ഈ പോളിംഗ് മന്ദഗതിയിൽ ആകുന്നത്? അതൊരു അത്ഭുതമാണ്. കാരണം എന്താ വെച്ചാൽ വളരെ രാഷ്ട്രീയമായി വോട്ട് ചെയ്യേണ്ട, പ്രതികരിക്കേണ്ട രാഷ്ട്രീയ മത്സരം എന്നൊക്കെ പറയുമ്പോൾ 29% ഇതുവരെയും. കേരളം 31 പോകുമ്പോൾ മറ്റുള്ള മണ്ഡലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വടകര വളരെ കുറവാണ്. അത് മാത്രമല്ല അവരുടെ പ്രചരണവും ഭയങ്കര സോഷ്യൽ മീഡിയ ടേക്കപ്പ് ചെയ്തൊരു ഇലക്ഷൻ ആയിരുന്നു വടകരയുള്ള ഇലക്ഷൻ. അത് ഷാഫി പറഞ്ഞതുപോലെ തന്നെ യൂത്തിൻ്റെ ഒരാളാണ്, ടീച്ചർ ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ആ ഒരു ഇലക്ഷൻ വളരെ പ്രാധാന്യം അർഹിക്കപ്പെടുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു. തീർച്ചയായും ഇതിന് ശേഷം, അതായത് ഇലക്ഷൻ നിന്നുകൊണ്ട് 7 മണി കൊണ്ട് കഴിയും, അതിനുശേഷം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി എന്തായിരിക്കും എന്നാണ് താങ്കൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് തോന്നുന്നത്? എങ്ങനെയായിരിക്കും? എങ്ങനെയൊക്കെ മറ്റെന്തെങ്കിലും ധ്രുവീകരണത്തിനോ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിക്കോ എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ? എങ്ങനെയായിരിക്കും രാഷ്ട്രീയം പ്രതികരിക്കുക? രാഷ്ട്രീയം ഇനി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ EPയുടെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ധ്രുവീകരണവും പൊട്ടിത്തെറിയൊക്കെ വരാനും CPM-ൽ അങ്ങനെ വരാനൊക്കെ ഉള്ളൊരു സാധ്യത ഞാൻ ഈ കാണുന്നു. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടനവധി ആൾക്കാർ NDAയിലേക്ക് ചേക്കേറാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ നടപടികളിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിന് വലിയൊരു പ്രത്യാഘാതമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ഒപ്പം തന്നെ മുഖ്യനും, അതായത് പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വെർബൽ ക്ലാഷ്, ഇത് ഒരേ മുന്നണിയിൽ തന്നെ നിന്നുകൊണ്ടാണ്. അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അതൊരു നമ്മുടെ കേരളത്തിൻ്റെ സാധാരണ ജനങ്ങളെ കണ്ണിപ്പൊടിയിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അതൊരൊറ്റ ദിവസം കൊണ്ട് ഇന്നത്തോടു കൂടി അതൊക്കെ അവസാനിക്കില്ലേ? നാളെ അവർ രണ്ടുപേരും കൂടെ ആയിട്ട് തോളി കൈയിട്ട് മറ്റന്നാൾ ഒരു പൊതുപരിപാടിയിൽ രണ്ടുപേരും കൈ ഉയർത്തിപ്പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച അതിവിദൂരമല്ല. അപ്പം അതുകൊണ്ട് അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അതൊരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ്. ഞാൻ ഈയിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വാട്സപ്പ് മെസ്സേജ് വളരെ രസകരമായിട്ടുള്ള ഒരു ഇത് കണ്ടു. ഒരുപക്ഷെ പലരും കണ്ടിട്ടുണ്ടാവും. ബസ്സിൽ യാത്ര ചെയ്യാണ് ഇദ്ദേഹം. അപ്പം അവിടെ വലിയ ബഹളം നടക്കുന്നു. രണ്ടുപേര് തമ്മിൽ വലിയ ബഹളം. ഈ ബഹളം നടന്നിട്ട് അത് ബാക്കി യാത്രക്കാർക്കും വളരെ അലോസരം ഉണ്ടാക്കി തുടങ്ങി, അവരെ ശല്യം ബാധിച്ചു തുടങ്ങി. അപ്പം ഇവർ പരാതിപ്പെട്ടു, കണ്ടക്ടറോട് പറഞ്ഞു ഇവരെ ഒന്നും മടക്കി ഇരുത്താനല്ലേ, പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറഞ്ഞു. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഇപ്പം ശരിയാകുമെന്ന് പറഞ്ഞു. വണ്ടി കുറച്ചുകൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. അപ്പം വീണ്ടും പരാതിപ്പെട്ടു. ഇവരുടെ വലിയ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി ഇവരുടെ വഴക്ക്. അപ്പം ഇവർക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ വീണ്ടും കംപ്ലയിൻറ്റ് ചെയ്ത് പറഞ്ഞു ഇപ്പം തീർക്കും, നിങ്ങൾ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ബസ് മുന്നോട്ട് നീങ്ങുന്നു, കേരളത്തിൻ്റെ അതിർത്തി കഴിയുന്നു.
അതിർത്തി കഴിയുന്നതോടുകൂടി ഇവരുടെ വഴക്ക് തീരുന്നു. അത്രേ ഉള്ളൂ, കഥ അവിടെ അവസാനിക്കുകയാണ്. പക്ഷെ വാട്സപ്പില് വളരെ വളരെ ഭാവനാപൂർണമായിട്ടുള്ള ഒരു കഥയായിട്ട് തുടങ്ങി. നല്ലൊരു എന്താ പറയുന്ന ഒരു രാഷ്ട്രീയ വിമർശനം കൂടിയായിരുന്നു ആ കഥ. ഈ വിവിപാറ്റ് ഹർജികൾ തള്ളിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി അത് തീർച്ചയായിട്ടും ഒരു ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ഈ പലരും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുരങ്കം വയ്ക്കുന്ന ചില സംഘടനകളാണ് വിദേശ രാജ്യങ്ങൾ വരെ അതിനകത്ത് ഇടപെടുന്നവരാണ്. കാരണം ഇതിനോട് ഇങ്ങനെ നന്നായി നടക്കുന്നതിൽ അസൂയുള്ള പല രാജ്യങ്ങളും ഉണ്ട്. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീനിന് പഴിചാരുന്ന കേരളത്തിലെ എൻ.ഡി. അധികാരത്തിൽ വന്നാൽ ഇല്ലെങ്കിൽ ഒരുപാട് നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം വിവിപാറ്റിന് കുഴപ്പമാണ്. നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ വിവിപാറ്റ് കറക്റ്റാണ്. അല്ല, അത് ഇതോടുകൂടി ഈ വിധിയോടുകൂടി നിലയ്ക്കണം. കാരണം ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ അന്തിമ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധിയാണ്. നമ്മൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുകയും നിയമങ്ങൾ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ അവസരത്തിൽ സുപ്രീം കോടതി വിധിയെ വളരെ സ്വാഗതാർഹമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് നമുക്കൊരു വിമർശന ബുദ്ധിയോടുകൂടി കാണാൻ കഴിയില്ല. ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കഴിഞ്ഞ 2019 തിരുവനന്തപുരത്ത് 69% പോളിംഗ് ആയിരുന്നു. 2014 69%, അവിടെ നിന്ന് 73% പോളിംഗ് ശതമാനം ഉയരുകയാണ്. BJPക്ക് നഗരകേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ മുഴുവൻ 2014, അതായത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നേമം, ഈ 4 മണ്ഡലങ്ങളിൽ എഡ്ജ് ലഭിക്കുന്നു, ഭൂരിപക്ഷം ലഭിക്കുന്നു. കിട്ടാത്തത് പാറശാല, കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങൾ മാത്രമായി. പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ BJPയുടെ എഡ്ജ് നേമത്തേക്ക് മാത്രം ഒതുങ്ങുകയും ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥിതി അത് പ്രചരണത്തിൽ BJP മുൻകൈ എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ വോട്ട് കൂട്ടിയെടുക്കാനുള്ള തന്ത്രങ്ങൾ BJPക്ക് ഉണ്ടായിരുന്നു, NDAക്ക് പൊതുവെ ഉണ്ടായിരുന്നു? വളരെ 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 ശക്തമായിട്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം അതിന് കറക്റ്റ് പാറ്റേണായിട്ട് തന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു പോയാൽ ഇല്ലെങ്കിൽ വോട്ടിംഗ് ലഭിക്കേണ്ട മേഖലകളും മണ്ഡലങ്ങളും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് ആ മേഖലകളിലും മണ്ഡലങ്ങളിലും കൃത്യമായിട്ടുള്ള പാറ്റേണോട് കൂടിയാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ കാഞ്ഞിരംകുളം, കോവളം, വിഴിഞ്ഞം, പൂവാറ്, അങ്ങനെ തീരദേശ മേഖല അവിടെയെല്ലാം വളരെ ശക്തമായ നിലയിൽ ഇപ്രാവശ്യം NDA കടന്നു കയറുകയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയും നമുക്ക് വരും നാളുകളിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ബോധ്യവാന്മാരാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം ഒരു കൃത്യമായ ഇടപെടലുകൾ NDAയുടെ ഭാഗത്തു നിന്ന് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ദേശീയ കക്ഷി എന്നുള്ള ദേശീയ തലത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത ദിവസം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമായിരിക്കും. രാഹുൽ ഗാന്ധി സെക്കൻഡ് സീറ്റിലേക്ക് നീങ്ങുമോ? അതിനുള്ള രാഷ്ട്രീയ സാധ്യതയുണ്ടോ? ഞാനിത് ചോദിക്കാൻ കാര്യം ഇപ്പോഴാണ് BJPയുടെ അമിത് ഒരു ട്വീറ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അമേഠിയിലെ ഡിസ്ട്രിക്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പറയുന്നു മെയ് 2-ാം തീയതി അദ്ദേഹം നോമിനേഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമിത് മാളവിയാണ് ഇത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത് വയനാട്ടിലെ അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഉൾപ്പെടെയാണ്, ആജ് സഖിന്റെ ഒരു ബൈറ്റ് ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും വയനാട്ടുകാരെ അല്ലെങ്കിൽ കേരളീയരെ ഒരു തരത്തിൽ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ? അതിനകത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അമേഠിയും റായ്ബറേലിയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. അത് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് നാഥനില്ലാത്ത നമ്മുടെ കുടുംബ വീട് നാഥനില്ലാതെ കിടക്കും പോലെന്ന് പറയുന്നതാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യം നോക്കിക്കണ്ട പ്രധാനപ്പെട്ട സീറ്റുകളായിരുന്നു ഇവിടെയൊക്കെ. കാരണം ഇവിടെയൊക്കെ നിൽക്കാനുള്ള ധൈര്യം എങ്ങനെ ഇല്ലാതെ പോയി, ധൈര്യം ചോർന്നു പോയത് എങ്ങനെയാണ്? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം വയനാട്ടിൽ വന്നു നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പോയാൽ അവിടെ കേന്ദ്രത്തിൽ സുഖമായി ഇരിക്കാമെന്ന് ചിന്തിക്കുന്ന അദ്ദേഹത്തെ വീണ്ടും അഗ്നി പരീക്ഷണങ്ങളിൽ കൂടെ നടത്തിയേ അടങ്ങും എന്ന് ചിന്തിക്കുന്ന ഒരു നേതൃത്വം വന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അദ്ദേഹം സമാധാനത്തോടുകൂടി എങ്ങനെയെങ്കിലും ഒക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ പാർട്ടി പതാകകളും ഒക്കെ താഴ്ത്തി വെച്ച് ഏതെങ്കിലുമൊക്കെ പതാകകൾ മാത്രം മതി, നമുക്ക് വ്യക്തികളുടെ വോട്ടാണ് പ്രധാനം, പാർട്ടിയോ പാർട്ടിയുടെ പതാകകളോ ഒന്നുമല്ല എന്ന് ചിന്തിച്ച് വളരെ സൗമ്യമായിട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെന്ന് ചിന്തിക്കുന്ന അദ്ദേഹത്തെ ഈ തീക്കനലിൽ കൂടെ നടത്തി അടങ്ങുമെന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടി നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു രാഷ്ട്രീയമായ ശരികേടിന്റെ പ്രശ്നമുണ്ട്. ഇതുവരെയായിട്ടും അദ്ദേഹം 2ാമത്തെ സീറ്റിൽ മത്സരിക്കുന്നുണ്ടെന്ന്
അദ്ദേഹത്തിന്റെ വോട്ടർമാരോട്, വയനാട്ടിലെ വോട്ടർമാരോട് പറഞ്ഞിട്ടില്ല. ഇല്ല. അങ്ങനെ ആ കാര്യം മറച്ചു, കാരണം ഏതെങ്കിലും 2 സീറ്റ് ഇവിടെ എന്തായാലും അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിക്കില്ല, ഏതെങ്കിലും സീറ്റ് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് തീർച്ചയായും വോട്ടർമാർ അറിയണ്ടേ. വയനാടിനെ പരിഹസിക്കും, വയനാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു അവസ്ഥയാണ് അക്കാര്യത്തിലുള്ളത്. മാത്രമല്ല, വയനാടിന്റെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ എല്ലാ സീറ്റുകളിലും അതിന്റെ പ്രഭാവം ഉണ്ടാവും എന്നാണ് പറയുന്നത്. രാഷ്ട്രീയമായിട്ട് ശരിയാണത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് കേരളത്തിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് ഇവരുടെ അണികളെ പോലും ആവേശഭരിതരാക്കുന്നതല്ലേ. അപ്പോൾ ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ശരികേടല്ലേ എന്നാണ്. അത് വളരെ ശരിയായിട്ടുള്ളൊരു നിഗമനമാണ്. അതൊരു രാഷ്ട്രീയ ശരികേട് തന്നെയാണ്. അദ്ദേഹം ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് NDAയുടെ ഭാഗത്ത് നിന്ന് പ്രചരണ സമയത്ത് തന്നെ കിട്ടിയത്. എന്താണ് ആലപ്പുഴയിലെ രഹസ്യായുധം? എന്തായിരുന്നു? ആലപ്പുഴയുടെ രഹസ്യായുധമല്ല, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ഒരു നേതാവ് തന്നെയാണ്. അവരുടെ പ്രഭാവം പുറത്തറിയിക്കാൻ പറ്റിയ ഒരു ഇലക്ഷൻ തന്നെയാണ് ഈ ഇലക്ഷന്. മാത്രവുമല്ല, തോമസ് ഐസക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മണ്ടത്തരമായിട്ടുള്ള കുറേ ആശയങ്ങളാണ് ഈ കേരളത്തിൻ്റെ അധപ്പതനത്തിന് കാരണമെന്ന് വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കാൻ സാധിച്ച ഒരു ഇലക്ഷൻ കൂടെയാണത്. ഈ 2 കാര്യങ്ങളാണ് സത്യത്തിൽ ശോഭ ചേച്ചി ഇത്രയും പ്രസക്തയാക്കിയത് അവിടുത്തെ രാഷ്ട്രീയ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നത് 100% അവർ ഈ പ്രാവശ്യം വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ രീതിയിലായിരുന്നു അവരുടെ വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ കൊണ്ടുപോയത്. ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ രാഷ്ട്രീയ വിജയം. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കനലായിരുന്നു, അവരുടെ ഏക സീറ്റായിരുന്നു. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ദേശീയ തലത്തിൽ അവരുടെ വലിയ നേതാക്കളാണ്. തന്ത്രം മെനയുന്നത് ഇവരാണല്ലോ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ആലപ്പുഴയിൽ KCയും വരുമ്പോൾ അതിൻ്റെ ഡബിൾ എഞ്ചിനാണ് UDF എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നേരെ വിപരീതമാണ്. 2 മുന്നണികളുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കാണ് ആലപ്പുഴയിലെ പോലും ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രതികരണം പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിൻ്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു വരികയാണോ? ഈ KC വേണുഗോപാലിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും മാത്രമല്ല, കോൺഗ്രസിൻ്റെ തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കാലത്ത് ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് തന്നെ ഇന്ന് നിലംപരിശാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിലുള്ള കുറേ നേതാക്കന്മാരുടെ ഡൽഹിയിലേക്കുള്ള ചേക്കേറ്റമാണ്. ഡൽഹിയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്ന് തൊട്ട് അവിടെ ഉണ്ടോ അന്ന് മുതൽ ഓരോ ഗ്രാഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും കോൺഗ്രസ് താഴോട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോഴാണ് നമ്മുടെ നരേന്ദ്രമോദി ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത്, കോൺഗ്രസ് മുക്ത ഭാരതം. അതിലേക്ക് നമ്മൾ നടന്നെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവരെന്ന് കാലെടുത്ത് ഡൽഹിയിലോട്ട് വെച്ചോ അന്ന് മുതൽ കോൺഗ്രസിൻ്റെ അധപ്പതനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് NDA സർക്കാരിൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിലോ ഏതെങ്കിലും ഒരു കാര്യത്തിലോ ഇവർ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണല്ലോ. എവിടെയെങ്കിലും ഒരു അഴിമതിയോ ഇല്ലെങ്കിൽ ഇത്ര കോടിക്കണക്കിന് രൂപ ചോദ്യം വാങ്ങിക്കൊണ്ട് ഇന്ന ഒരു കാര്യം ചെയ്തു കൊടുത്തു എന്നോ ഒരു ആരോപണം ശരിയാവണ്ട, ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഒന്ന് നോക്കിയേ, 1 ലക്ഷം കോടി, 2 ലക്ഷം കോടി, 3 ലക്ഷം കോടി, ഇതൊക്കെ നമ്മൾ കേട്ടത് എങ്ങനെയാണ്? നമ്മുടെ നിയമസഭയിലോ മന്ത്രിസഭയിലോ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പോഴല്ല നമ്മളത് കേട്ടത്, ലക്ഷം കോടിയുടെ കണക്ക് കേട്ടത്. നമ്മൾ ലക്ഷം കോടിയുടെ കണക്ക് കേട്ടത് ഇന്നയാള് കരിമണൽ കാര്യത്തിൽ, ഇല്ലെങ്കിൽ ഇന്നയാള് മറ്റേ ഡാറ്റ കേബിളിന്റെ കാര്യത്തിൽ, ഇന്നയാള് ലോൺ എടുത്ത് മുങ്ങിയതിന്റെ കാര്യത്തിൽ, സ്പെക്ട്രം 2Gയുടെ കാര്യത്തിൽ. അപ്പൊ ഇതിനകത്തൊക്കെ കമ്മീഷൻ വാങ്ങിയ കാര്യത്തിലാണ് നമ്മൾ ഇത്രയും വലിയ സംഖ്യകൾ ഇവിടെ ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോ പൂജ്യങ്ങളുടെ എണ്ണം ഇത്രയും വർദ്ധിച്ചറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസക്തിയല്ല, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടി അവസാനം ചോദിച്ചോട്ടെ. ഇത് നമ്മൾ കുറച്ചുകൂടെ ഒരു മുന്നോട്ട് കാണുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയമായ മുന്നോട്ടാണല്ലോ നീങ്ങുന്നത്. ഇപ്പം CPM-ഉം BJP-യും അല്ലെങ്കിൽ NDAയും തമ്മിൽ ഒരു ഡീലുണ്ടെന്ന് ഉള്ള ആരോപണം എല്ലാവരും ഉയർത്തുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ഉയർത്തുന്നുണ്ട് UDF-ന്റെ ഭാഗത്തുനിന്ന്. അതായത് മൂന്നാം വട്ടം LDF വരികയാണെങ്കിൽ ഇവിടെ കേരളവും കോൺഗ്രസ് മുക്തമാകും. അപ്പോൾ ഇതിനുള്ള ഒരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു പരിപാടിയാണോ അല്ലെങ്കിൽ ഒരു പദ്ധതിയാണോ ഈ NDAയും
LDF തമ്മിൽ നടപ്പാക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാന പോയിന്റ്. ഇത്തവണ LDFന് ഒരിക്കൽ കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് മുക്തമാകും, അവിടുത്തെ ഘടകകക്ഷികളെല്ലാം പിരിയും, പിന്നെ കോൺഗ്രസിന് അസ്തിത്വമില്ലാതാകും. ഇങ്ങനെ ഒരു പദ്ധതി പ്രാക്ടിക്കലാണോ കേരളത്തിൽ? അങ്ങനെ ഒരു പദ്ധതി നമ്മൾ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്ത് പ്രാക്ടിക്കൽ അല്ല. കാരണം ഞങ്ങളെപ്പോലെയുള്ള പാർട്ടികൾ ചിന്തിക്കുമ്പോൾ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രാധാന്യം പ്രതിപക്ഷത്തിനും കൊടുക്കണം. ഈ നാടിലൊരു ശക്തമായ ഒരു ഭരണം കാഴ്ചവെക്കണമെങ്കിൽ ഒരു ഭരണപക്ഷം മാത്രം പോരാ, ഒരു പ്രതിപക്ഷം വേണം എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്, സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ്. നമ്മുടെ ലോക് ജനശക്തി പാർട്ടി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നമ്മുടെ രാംവിലാസ് പാസ്വാനെ പോലെയുള്ള ഒരു മഹാത്മാവായിട്ടുള്ള ഒരു നേതാവ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ കാര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും അതിൻ്റെതായ അർഹതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ. അപ്പം പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പിന്നിലുള്ള അജണ്ട എന്നല്ല പറയുന്നത്. പ്രതിപക്ഷത്തിന് പ്രസക്തമല്ലാത്ത രീതിയിൽ അവരെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാൾ ചെയ്യുന്നതല്ല. അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ്, അവരവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അവരനുഭവിക്കുന്നത്. കാരണം ഈ ഇന്ത്യ മഹാരാജ്യം എത്രയോ വർഷം അവരുടെ കയ്യിലിട്ട് അമ്മാനമാടിയതാണ്. ആ രീതിയിലെല്ലാം അവർ നല്ല രീതിയിലുള്ളൊരു സദ്ഭരണം കാഴ്ചവെച്ച് ഇത്തരം അഴിമതി കാര്യങ്ങളൊന്നും നാട്ടിൽ ചെയ്യാതെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അവർ തന്നെ ഇന്നും ഭരണത്തിലുണ്ടായിരുന്നില്ല. ഈ ഒരു വലിയ മനുഷ്യൻ ഇവിടെ കടന്നു വരേണ്ട ഒരു ആവശ്യകത പോലും ഇല്ലായിരുന്നു. ഇന്ന് ഈ രാജ്യത്തിൻ്റെ പ്രസക്തിയും രാജ്യത്തിൻ്റെ പ്രതീക്ഷയും രാജ്യത്തിൻ്റെ പ്രത്യാശയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ എല്ലാം ഒരു ധൈര്യവും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അല്ല, അതിനകത്ത് ഈ കോൺഗ്രസിന്റെ റോള് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഉറപ്പാക്കുകയാണെങ്കിൽ 2026 LDFന് വീണ്ടും അധികാരത്തിലെത്താൻ സാധിക്കും. ഈ ഒരു ഇക്വേഷനാണ് ബ്ലൈൻഡായിട്ടുള്ള അന്ധമായിട്ടുള്ള ചില പ്രസ്താവനകൾക്കും നിലപാടുകൾക്കും LDFനെ കാരണമാക്കുന്നതെന്നാണ് വിലയിരുത്തൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും കേരളത്തെ ബാധിക്കുന്നത്? കാരണം ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും തീവ്രവാദ പ്രസ്ഥാനങ്ങളോട് പോലും അനുഭാവപൂർണമായ ഞാൻ പറഞ്ഞു വരാൻ പോയതാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അവര് NDAക്കെതിരെ BJPക്കെതിരെ നോക്കിക്കാണുന്ന ഏറ്റവും വലിയൊരു വിഭാഗം മുസ്ലിം വിഭാഗമാണ്. ഈ മുസ്ലിം വിഭാഗത്തിനെ ആർക്ക് കൂടെ നിർത്താൻ പറ്റുമെന്നുള്ളൊരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇടതുപക്ഷത്തിനാണോ അതേ കോൺഗ്രസിനാണോ? ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകരെന്ന് ഇടതുപക്ഷക്കാർ പറയുമ്പോൾ അതുപോലെ തന്നെ ഞങ്ങളാണ് ഈ ഇന്ത്യയിൽ നിങ്ങളെ സംരക്ഷിക്കേണ്ട ഏക അവകാശികളെന്ന് കോൺഗ്രസും പ്രഖ്യാപിക്കുന്നു. ഈ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ വരും. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരിലെ കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുക. എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്, നല്ലവരും ചീത്ത ആൾക്കാരും ഉണ്ട്. നല്ല ആൾക്കാർ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ഒട്ടനവധി സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഗ്യാപ്പിലൂടെ കടന്നു വരുന്ന തീവ്രവാദ സംഘടനകൾക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം നടന്നു വരുന്നത്. അതിന് നമ്മൾ അത് വേരറ്റം വെച്ച് മുറിച്ചില്ല എങ്കിൽ അത് നാടിന് തന്നെ വിനാശകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകും. അത് നിസ്സാരമായ വോട്ടുകൾക്ക് വേണ്ടിയിട്ടാവരുത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന ഛിദ്രശക്തികൾക്ക് വളമിട്ട് കൊടുക്കേണ്ടത്. തീർച്ചയായും ന്യൂനപക്ഷ പ്രീണനമോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കുള്ള പ്രീണനമല്ല ഇവിടെ വേണ്ടത്. മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരുപോലെയുള്ള പരിഗണനയാണ് വരുന്നത്.